അങ്ങനെ അനേക വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ഞങ്ങളുടെ ദൈവാലയം എന്ന സ്വപ്നം പൂവണിയുകയാണ്. അനേകർ കാണുവാൻ ആഗ്രഹിച്ചിട്ട് കാണുവാൻ സാധിക്കാത്ത ദൈവാലയം ഞങ്ങളുടെ കരങ്ങൾ വഴി നിർമ്മിക്കപ്പെടാൻ പോകുന്നതിൻ്റെ ഒരു സന്തോഷത്തിലായിരുന്നു എല്ലാവരും. ഒരു ദൈവാലയം പൊളിക്കുമ്പോൾ ആദ്യം എടുത്തു മാറ്റേണ്ടത് പ്രധാന കുരിശാണ്. മുഖവാരത്തിന് മേൽ അഭിയന്ന പിതാക്കന്മാർ പ്രാർത്ഥിച്ചുയർത്തിയ കുരിശ്. ഇത്രയും ഉയരത്തിലുള്ള ഈ കുരിശ് എങ്ങനെ ബഹുമാനത്തോടെ താഴെ ഇറക്കും? തള്ളി താഴെയിടാൻ പറ്റില്ലല്ലോ. അങ്ങനെ ആലോചനയ്ക്കൊടുവിൽ ഒരു ക്രെയിൻ വിളിച്ചുകൊണ്ടുവന്ന് നമുക്ക് ഈ കുരിശ് മാറ്റാമെന്ന് എല്ലാവരും തീരുമാനിച്ചു. ഒരു ദൈവാലയ നിർമ്മാണത്തിന് 4 ഘട്ടങ്ങളാണുള്ളതെന്ന് പറയുക. ദൈവാലയത്തിൻ്റെ കല്ലിടിയിൽ കർമ്മം, ദൈവാലയത്തിൻ്റെ പ്രധാന വാതിൽ സ്ഥാപനം, മുഖവാരത്തിന് മേലുള്ള പ്രധാന കുരിശ് സ്ഥാപനം, ദൈവാലയ കൂദാശ. അതുകൊണ്ട് തന്നെ വളരെ ബഹുമാനത്തോടു കൂടിയാണ് ഈ ദൈവാലയം ഞങ്ങൾ പൊളിക്കുവാനായി ആരംഭിച്ചതും. അങ്ങനെ ഈ ക്രെയിനിൽ വളരെ ബഹുമാനത്തോടെ ഈ കുരിശ് താഴേക്കിറക്കി. കുരിശാണു രക്ഷ, കുരിശിലാണു രക്ഷ, കുരിശേ നമിച്ചിടുന്നു. 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 ഒരു 80-85 വർഷം മുമ്പ് ഈ ദൈവാലയത്തിന്മേൽ ഉയർത്തിയ കുരിശ്, ഈ പ്രദേശത്തിന് അനുഗ്രഹം ചൊരിഞ്ഞു നിന്ന കുരിശ് ഞങ്ങളുടെ കരങ്ങളിലേക്ക് സ്വീകരിച്ചപ്പോൾ അതൊരു അനുഗ്രഹമായി പലരും പറഞ്ഞു. കുരിശേകും തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശെ പുൽകിടുന്നു. കുരിശേകും തണലിൽ ഞാൻ അണഞ്ഞിടുന്നു, തിരുക്കുരിശെ പുൽകിടുന്നു. മുറിവേറ്റു പിടയും എന്നേനിയെ കുരിശോടു ചേർത്തിടുന്നു. മുറിവേറ്റു പിടയും എന്നേനിയെ കുരിശോടു ചേർത്തിടുന്നു. കുരിശാണു രക്ഷ,